മലയാളത്തിന്റെ മഹാകവി എന്നു പറഞ്ഞാൽ പോൾ മതിയാകില്ല എം.ഡിയെപ്പറ്റി. എഴുത്തിന്റെ അലങ്കാരഗോപുരം, ചലച്ചിത്ര ലോകത്തിന്റെ തലതൊട്ടപ്പൻ, ഒരു വാരി പോലും മറക്കാനാകാതെ വായനക്കാരെ യാഥാർത്ഥ്യങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന എഴുത്തിന്റെ കാരണവർ, അങ്ങനെ പലതും. പൊതുവെ കർക്കശക്കാരൻ, സ്വതവേ പരുക്കൻ, മിതഭാഷി, ഉള്ളിൽ ആർദ്രതയുള്ള മനസ്സ്, മഹാകവികളെല്ലാം അങ്ങനെയായിരുന്നല്ലോ. എന്തിന്? തന്റെ മരണാന്തര സംസ്കാരം എങ്ങനെ വേണം, പൊതുദർശനം പാടില്ല എന്നൊക്കെ നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച മഹാകവി. മലയാളം കണ്ട ഏറ്റവും മികച്ച പത്രാധിപരുടെ യാത്ര പത്രങ്ങളില്ലാത്ത ദിവസം തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതിസന്ധി മറികടക്കാൻ സ്പെഷ്യൽ പേപ്പറുകൾ ഇറക്കി മാധ്യമങ്ങൾ എം.ഡിക്ക് ആദരവും നൽകി. കാലത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ കൃതികൾ ഇനിയും ഏറെക്കാലം നമുക്കിടയിലുണ്ടാകും. കഥാപാത്രങ്ങളായി, സന്ദർഭങ്ങളായി. ബുധനാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു എം.ഡി അന്തരിച്ചത്. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ കുറച്ചുനാളായി ചികിത്സയിലായിരുന്നു. വ്യാഴാഴ്ച വൈകുന്നേരം 4 വരെ അന്തിമോപചാരം അർപ്പിച്ച ശേഷം വൈകിട്ട് 5 മണിയോടെ കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിക്കും. എം.ഡിയോടുള്ള ആദരസൂചകമായി സംസ്ഥാനത്ത് 2 ദിവസത്തെ ദുഃഖാചരണവും പ്രഖ്യാപിച്ചു. ഇന്നും നാളെയും നടത്താനിരുന്ന എല്ലാ സർക്കാർ പരിപാടികളും റദ്ദാക്കി. മന്ത്രിസഭായോഗം ഉൾപ്പെടെ ഒഴിവാക്കിയാണ് ദുഃഖാചരണം. രാഷ്ട്രീയ, സാഹിത്യ, സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരാണ് പ്രിയപ്പെട്ട എം.ഡിക്ക് അനുശോചനം അറിയിച്ചത്. 1933 ജൂലൈ 15 പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിലാണ് ജനനം. മലയാള സാഹിത്യത്തിനും ചലച്ചിത്ര ലോകത്തിനും മികച്ച സംഭാവനകൾ നൽകിയിട്ടുള്ള എം.ഡി രാജ്യത്തെ സാഹിത്യരംഗത്തെ ഏറ്റവും ഉയർന്ന പുരസ്കാരമായ ജ്ഞാനപീഠം 1995 നേടി. 2005 രാജ്യം അദ്ദേഹത്തിന് പത്മഭൂഷൺ ബഹുമതി നൽകി ആദരിച്ചു. മലയാളികളുടെ എന്നും പ്രിയപ്പെട്ട നോവലുകളായ മഞ്ഞ്, നാലുകെട്ട്, അസുരവിത്ത്, കാലം, രണ്ടാമൂഴം, N.B. മുഹമ്മദുമായി ചേർന്നെഴുതിയ അറബിപ്പൊന്ന് എന്നിവ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇരുട്ടിന്റെ ആത്മാവ്, നിന്റെ ഓർമ്മയ്ക്ക്, കുട്ടിയടത്തി, ഓളവും തീരവും, ഷെർലോക്ക്, വാനപ്രസ്ഥം, വേദനയുടെ പൂക്കൾ, രക്തം പുരണ്ട മൺതരികൾ എന്നീ കഥകളും ഏറെ വായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ പല കഥകളും അദ്ദേഹം പിന്നീട് തിരക്കഥയാക്കി. നിർമാല്യം, ഒരു ചെറുപുഞ്ചിരി എന്നിങ്ങനെ സംവിധാനം ചെയ്ത ചിത്രങ്ങൾക്ക് ദേശീയ ചലച്ചിത്ര പുരസ്കാരവും സ്വന്തമാക്കി. 1973 പുറത്തിറങ്ങിയ നിർമാല്യമാണ് ആദ്യമായി സംവിധാനം ചെയ്തത്. പള്ളിവാളും കാൽച്ചിലമ്പും എന്ന അദ്ദേഹത്തിന്റെ കഥയുടെ ചലച്ചിത്രാവിഷ്കാരമാണ് നിർമാല്യം. ഈ ചിത്രത്തിന് ആ വർഷം മികച്ച ചിത്രത്തിനുള്ള ദേശീയ, സംസ്ഥാന അവാർഡുകൾ ലഭിച്ചു. ചിത്രത്തിലെ വെളിച്ചപ്പാടായി അഭിനയിച്ചതിന് P.J. ആന്റണിക്ക് ഭരത് അവാർഡ് ലഭിച്ചു. മോഹിനിയാട്ടം, ബന്ധനം, ദേവാലോകം, വാരിക്കുഴി, മഞ്ജു, കടവ്, ഒരു ചെറുപുഞ്ചിരി എന്നീ ചിത്രങ്ങൾ സംവിധാനവും ചെയ്തു.